ഹായ് ഫ്രണ്ട്സ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2025 ഒക്ടോബർ മാസം നടത്തിയ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ മെയിൻ എക്സാമിൽ നിന്നുള്ള കണക്കിലെ തുടർ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. കണക്കിനെ സംബന്ധിച്ച് മുൻകാല ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആയതിനാൽ തന്നെയും ആ മുൻകാല ചോദ്യങ്ങൾ നമ്മുടെ ഒരു നോട്ട്ബുക്ക് എടുത്ത് ഓരോ ടോപ്പിക് വൈസ് വെച്ച് അതൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്താൽ കണക്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ ഇന്ന് രണ്ടാമത്തെ ചോദ്യം, തുടർ ചോദ്യം, ആദ്യ ചോദ്യം ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് രണ്ടാമത്തെ ചോദ്യം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു. ഈ രണ്ടാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. 72ാമത്തെ ചോദ്യമാണ്. 2, 4, 6, 8, 10 ഡാഷ്. അപ്പോൾ അതൊരു സംഖ്യാശ്രേണിയാണ്. അതിലെ 20ാമത്തെ പദം കാണുക എന്നതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നമ്മളൊരു നോട്ട്ബുക്ക് കരുതിയിരിക്കുക. അതിൽ എഴുതേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് സംഖ്യാശ്രേണി. അപ്പോൾ അതിലെ ഒരു ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ ഇങ്ങനത്തെ ചോദ്യം സ്ഥിരമായി കാണാറുണ്ട്. ഇവിടെ ഒരു സീരീസ് തന്നിട്ടുണ്ട്. ഇതൊരു സീരീസാണ്. അപ്പോൾ ഇതിൻ്റെ പൊതുവ്യത്യാസം ഇവിടെ എത്രയാണ് വരിക? പൊതുവ്യത്യാസം 2, 4, 6, 8, 10. അപ്പോൾ 2 വീതം കൂടിയാണ് വരുന്നത്. ഈ ശ്രേണിയിലെ 20ാമത്തെ പദമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രാമത്തെ പദം ആണ് കാണേണ്ടത് എങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഒന്ന് കുറിച്ചെടുത്ത് വയ്ക്കുക. a+n-1 d ആണ് എത്രാമത്തെ പദം എന്നുള്ളതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ a എന്നത് ആദ്യ പദത്തെ സൂചിപ്പിക്കുന്നു. ഇവിടെ ആദ്യ പദം എത്രയാണ്? 2. n എന്ന് പറയുന്നത് എത്രാമത്തെ പദം, അതായത് ഇവിടെ 20ാമത്തെ പദം, അതാണ് n എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. d എന്ന് പറയുന്നത് പൊതുവ്യത്യാസം. നേരത്തെ പറഞ്ഞു 2 വീതം കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാ ഇക്വേഷൻസും തന്നിട്ടുണ്ട്. എല്ലാ നമ്പേഴ്സും അൺനോൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എല്ലാം തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് 20ാമത്തെ പദം കണ്ടുപിടിക്കാം. അപ്ലൈ ചെയ്താൽ മതി. a എത്രയാണ്? 2. n-1 n എത്രയാണ്? 20ാമത്തെ പദം. n-1 ആണെങ്കിൽ 19 ഇൻറ്റു d എത്രയാണ്? പൊതുവ്യത്യാസം 2. ക്രിയേറ്റ് ചെയ്യാം. 2 ഇൻറ്റു 19 38 പ്ലസ് 2 40. ആൻസർ വരും ഓപ്ഷൻ എയിലാണ് കിടക്കുന്നത്. ആൻസർ വരും ഓപ്ഷൻ എ 40. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഒട്ടനവധി വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സംഖ്യാശ്രേണിയിലെ ആദ്യ ഇക്വേഷൻ പഠിച്ചിരിക്കുക. n-ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് a+n-1 d. തുടർന്ന് മറ്റു വീഡിയോയിൽ മറ്റു ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.